എക്സ്പെക്ടേഷൻ സൂപ്പർ ഹിറ്റ്, ബമ്പർ മെഗാ ഹിറ്റ്, പിന്നെന്താ 100 ഹൗസ്ഫുൾ. ഇത്രയും നല്ല കുടുംബമാണ്, ഇത്ര അച്ചടക്കമുള്ള കുടുംബം എവിടെ കിട്ടും? ഇത്ര നല്ല സൽസ്വഭാവികളെ മക്കളും ഭർത്താവുള്ള കുടുംബം എവിടെ കിട്ടും? ഇത്രയും നല്ല ഭാര്യയുള്ള ഒരു കുടുംബം എവിടെ കിട്ടും? ഈ ചക്കര വിഷയമാണ് കലംബാസുരൻ ഇടയ്ക്ക് കലംബാസുര സർവരാജ്യ രക്ഷക സൗരയൂഥ ബാലക കാത്തോണേ പഞ്ചവത്സര പദ്ധതി സൂപ്പർ ഡ്യൂപ്പർ ഗോൾഡൻ ഹിറ്റ് ആവണേ. സിജി വിൽസൺ എന്നൊരു ആക്ടർ വേറെ പാനിന്റെ ലെവലിലോട്ട് എത്തിയിട്ടൊക്കെ വേണം എനിക്ക് പറയാം എന്റെ ചേട്ടനാണ് എന്റെയൊക്കെ ഇത്ര വരെ ഞാൻ പറഞ്ഞത് ഉണ്ടാവില്ലെന്നാണ്, എനിക്കറിയില്ല, അത് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇന്ന് വിളിച്ചു, അപ്പൊ അതുകൊണ്ട് ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ഇൻട്രോ അവസാനം പറഞ്ഞോളാം എല്ലാവരും വെറൈറ്റി ആയിട്ട്. ആദ്യമേ വെള്ളം കുടിക്കുന്നത് ശരിയല്ലല്ലോ, അപ്പൊ വെള്ളം കുടിക്കുമെന്ന് മനസ്സിലായി. ഉറപ്പായിട്ടും ഇത്രയും പേര് ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ഞാൻ കുറച്ച് വെള്ളം കുടിക്കുമെന്ന്. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ പഞ്ചവത്സര പദ്ധതി ഏപ്രിൽ 26 റിലീസ് ചെയ്യാനുള്ള ഒരുപാട് പ്രതീക്ഷകളോടുള്ള എല്ലാവരുടെയും നിങ്ങളുടെ മുഖം കാണുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് എക്സ്പെക്ടേഷൻ? സൂപ്പർ ഹിറ്റ്, ബമ്പർ മെഗാ ഹിറ്റ്, പിന്നെന്താ ഹൗസ്ഫുൾ. 100 കോടികൾ കൊയ്യും. കേരള, തമിഴ്നാട്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എല്ലായിടത്തേക്കും വ്യാപിച്ചു പോകണം, എല്ലായിടത്തേക്കും പോകണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. ആഗ്രഹിക്കുന്നതിന് തെറ്റില്ലല്ലോ, ഒരു തെറ്റില്ല, ആഗ്രഹം നടക്കട്ടെ. പലപ്പോഴും ഏറ്റവും വലിയ സാറ്റലൈറ്റ് റൈറ്റും കൂടിയാണ് അതിന്റെ കൂട്ടത്തിൽ എനിക്ക്. പക്ഷെ ഇത് റിലീസായി കഴിയുമ്പോ കലംബാസുവിന്റെ അത്രയും ഇതുള്ള വേറെ ആളുണ്ടാവില്ല, സൂപ്പർ സ്റ്റാർ ഉണ്ടാവില്ല. അപ്പൊ സിജേട്ടാ 19ാം നൂറ്റാണ്ടിൽ കണ്ടാണ്, ഇനി ഇപ്പോഴാണെന്ന് കാണുന്നത്. എവിട്ടായിരുന്നു ആളിത്? ഒന്നും അതെ, ഈ കാലഘട്ടത്തിൽ പറ്റിയ സിനിമയാണ്. സിനിമ എന്താ പക്ക ഒരു പൊളിറ്റിക്കൽ ട്രെയിലർ കണ്ടപ്പോൾ പക്ക ഒരു പൊളിറ്റിക്കൽ സറ്റയറിക്കൽ ഫിലിമായിട്ട് തോന്നി. അതെന്താ റിലീസ് ചെയ്ത ഡേറ്റ് കറക്റ്റ് ഇലക്ഷൻ ഒരു കോയിൻസിഡൻസ് ആയിട്ട് ഒന്നാണോ അതോ ഇരിക്കട്ടെ? 26 പക്ഷെ ഭയങ്കര ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് ആയിട്ട് തന്നെ തോന്നുന്നു. സിനിമ സോഷ്യോ പൊളിറ്റിക്കൽ സറ്റയർ ആയതുകൊണ്ട് തന്നെ അതുമായിട്ട് കണക്റ്റഡ് ആണ്. തീർച്ചയായിട്ടും എന്താ പറയാ, എല്ലാവരും വോട്ടിംഗ് ദിനത്തിൽ തന്നെ സിനിമ കാണാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ്. അതെ. പ്രകാലേട്ടാ നമസ്കാരം. അപ്പം ഇങ്ങനെ ഒരു ചിത്രം ചെയ്യാനുള്ള ഒരു സറ്റയറിക്കൽ ഫിലിമാണ്. അപ്പൊ ഒരു ചിലപ്പം ഈ റിലീസിന് ശേഷം എന്തെങ്കിലുമൊക്കെ വിവാദങ്ങൾ വരാൻ ചാൻസ് ഉണ്ടാവും. ഒരു സറ്റയറിക്കൽ എലമെന്റ് നമുക്ക് 2 വശങ്ങളുണ്ട്. ഒരു ഹാസ്യമായിട്ട് എടുക്കുന്നവരുണ്ട്, സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട്. എന്താണ് പഞ്ചവത്സര പദ്ധതി? അങ്ങനെ ഒരു സ്കീം, അങ്ങനെ ഒരു ടൈറ്റിൽ വെച്ച് ചെയ്യാനുള്ള റീസൺ എന്താണ്? അല്ല, പഞ്ചവത്സര പദ്ധതി നമ്മൾ പലപ്പോഴും പറയുന്ന പോലെ ഇത് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് നമുക്കിത് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അതൊരു പ്രദേശങ്ങളുടെയൊക്കെ ഒരു വികസന സങ്കല്പങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ കൊണ്ടുവരാവുന്ന പരിപാടികളൊക്കെ ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് വന്ന ഒരു ഉഗ്രൻ പരിപാടിയാണ്. അതിൻ്റെ 11ാമത്തെയോ 12ാമത്തെയോ ഒക്കെ വരെയൊക്കെ ആണെന്നാണ് എൻ്റെ അറിവ്. അപ്പം ഇത് ഈ പറഞ്ഞ പോലെ കലംബാസുരൻ എന്ന് പറയുന്ന ഒരു ദേശരക്ഷാ പുരുഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് ഇത് എല്ലായിടത്തും ഉണ്ട്, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും. ചിലത് ചെറിയ പ്രദേശങ്ങളിലായിരിക്കും, ചിലത് കുറച്ചുകൂടെ വലുപ്പമുള്ള ഒരു ഏരിയ മുഴുവനും ഇങ്ങനെയുള്ള ഒരു സങ്കല്പം ഉണ്ടാകും, ചിലത് ആഗോള രക്ഷകനായിരിക്കും, അങ്ങനെ ഒരു ഹീറോ ഉണ്ടാവും. നമ്മൾ പറയുന്ന സൂപ്പർ ഹ്യൂമൻ എന്നൊക്കെ പറയുന്ന പോലത്തുള്ള ചില ഹീറോസൊക്കെ ഉണ്ടാവും, സൂപ്പർ ഹീറോസ്. അപ്പം ഇത്തരത്തിലുള്ള പരിപാടികൾക്കൊക്കെ ഇടയിൽ ഒരു സാധാരണ പ്രദേശത്ത് കലമ്പേരി എന്ന് പറയുന്ന ഒരു സാധാരണ ഗ്രാമത്തിൽ ഒരു കലംബാസുരൻ എന്ന് പറയുന്ന ഒരു പ്രസൻസ്, അതിനെ എങ്ങനെയൊക്കെയാണ് സമൂഹത്തിൽ അത് അവതരിപ്പിക്കപ്പെടുന്നത്, ഉപയോഗിക്കപ്പെടുന്നത്, ചൂഷണം ചെയ്യപ്പെടുന്നത്, കച്ചവടക്കാർ, രാഷ്ട്രീയക്കാർ, മറ്റഴിമതിക്കാർ, ഇതിനിടയിൽ ആൾദൈവങ്ങൾ, ഇവരൊക്കെ ഈ സങ്കല്പമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് ആ പ്രദേശത്ത് അവരുടെ ഒരു ആക്ടിവിറ്റീസ് എന്നതൊക്കെയാണ് ഈ സിനിമയുടെ ഒരു ടോട്ടലി ഒരു അണ്ടർ കറണ്ടായിട്ട് കിടക്കുന്ന പരിപാടി. ഇതിൻ്റെ ഒരു മെയിൻ കോണ്ടന്റും അത് തന്നെയാണ്. അപ്പോൾ പിന്നെ സജീവ് പാഴൂർ ഇതിൻ്റെ ഒരു ത്രെഡ് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് അതാണ്. നമ്മളിതിനെ ഒരു രസമുള്ള ഒരു പടമായിട്ട് അവതരിപ്പിക്കാനുള്ള സാധ്യത, അതോടൊപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സാമൂഹിക രാഷ്ട്രീയ ആക്ഷേപ അങ്ങനെ അത്തരത്തിലുള്ളൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള വലിയ സാധ്യതയുണ്ട് തോന്നുന്നു. അങ്ങനെയാണ് ഈ സിനിമ ഇപ്പോൾ
നമ്മുടെ മുമ്പിൽ. അല്ല, എനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം അനുസരിച്ചിട്ട് ഈശ്വരനെ വിളിക്കുന്നതിനേക്കാൾ അസുരനെ പിടിക്കുന്ന ഒരു ഇതാണല്ലോ. ശരിക്കും അങ്ങനെയാണോ? ഈശ്വരനേക്കാൾ നല്ല അസുരനാണോ? അല്ല, അതിപ്പോ നമ്മള് പല തരത്തിലുള്ള ചോദ്യങ്ങളാണ്. ഉദാഹരണത്തിന് ഇപ്പോ രാവണനെ ആരാധിക്കുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ അവർക്ക് അവരുടേതായ റീസൺസ് ഉണ്ടാവും. അപ്പോൾ ലോകത്ത് നമ്മൾ ആരെ എങ്ങനെ കാണുന്നു, അല്ലെങ്കിൽ നമ്മളൊരു വരച്ചൊരു കള്ളിയിൽ തന്നെ നിർത്തണം എന്നൊക്കെ ഉള്ളത് ഓരോ മനുഷ്യന്റെ നിലപാടുകൾക്ക് അനുസരിച്ചിരിക്കും. ഇപ്പൊ അസുരൻ എന്ന് പറഞ്ഞാൽ കറുത്ത് തന്നെ ഇരിക്കണമെന്ന് വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ തന്നെ വേണോ എന്നുള്ളൊരു സംശയമുണ്ട്. അപ്പൊ ഇതെല്ലാം മാറി ഇപ്പോ മഹാബലിയെ നമ്മളിപ്പോ പുതിയ കാലത്ത് മറ്റൊരു രൂപത്തിലൊക്കെ കാണുന്നുണ്ട്. പണ്ട് നമ്മൾ പല രൂപത്തിലും കാണുന്നുണ്ട്. അപ്പൊ ഇത് എന്തായിരുന്നു എന്നുള്ള അന്വേഷണം കൂടിയാവും. അപ്പൊ കലംബാസുരൻ എന്ന് പറയുന്നത് നമ്മളൊക്കെ പറയുന്ന പോലെ നമ്മുടെ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഇതൊരു ഡിവൈൻ സിനിമയല്ല, ഇതൊരു അസുരൻ സിനിമയാണ്. ഇതൊരു കലംബാസുരൻ. അപ്പൊ അങ്ങനെ വിളയാട്ടം ഉണ്ടാവും. കലംബാസുരൻ നമ്മുടെ സൈഡിലൂടെ സപ്പോർട്ടുള്ള ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മനുഷ്യർക്ക് ദൈവമാകാമെങ്കിൽ പിന്നെ എന്തിനാ അസുരന് ദൈവമായിക്കൂടാ? പിന്നെ അത്രേ ഉള്ളൂ. വലിയ ചോദ്യല്ലേ? എന്ത് അസുരനെ പൂജിച്ചാൽ നടക്കും എന്നൊക്കെ പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞാണ്. മനുഷ്യരെ ദൂരം പേര് ദൈവമായിട്ട് മനുഷ്യ ദൈവങ്ങൾ ഇഷ്ടംപോലെയുള്ള കാലഘട്ടത്തിൽ ഒരു അസുരനെ കൊണ്ടുവന്ന് ദൈവമാക്കി. അത്രേ ഉള്ളൂ. നല്ല കാര്യം. ഇത്രയും മനുഷ്യ ദൈവങ്ങൾ അസുരനെ ഇരിക്കട്ടെ കൂട്ടത്. ഞാൻ വാതുറക്കണില്ല കേട്ടോ. ഞാൻ വാതുറന്നപ്പോ ഞാൻ ചളി പറഞ്ഞു. ചേച്ചി പറയണോ? ചേച്ചി പറയുമ്പോഴേ നമുക്ക് കണ്ടിട്ട് നിശ്ചയത്തിലൂടെ അയ്യോ നമ്മൾ പറയുമ്പോൾ അങ്ങനെയുള്ളൂ. ചേച്ചി, ഇപ്പം മലയാളി പ്രേക്ഷകർ എപ്പോഴും ഏറ്റെടുത്ത ഒരു ഉപ്പും മുളകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലിയെ പറയത്തുള്ളൂ. അത്രയും എന്താ പറയുക, മലയാളിക്ക് എത്ര റിലേറ്റ് ചെയ്ത് ഇത്രയും നല്ല കുടുംബമാണ്, ഇത്ര അച്ചടക്കമുള്ള കുടുംബം അവിടെ കിട്ടും. അതെ തന്നെ. ഇത്ര നല്ല സൽസ്വഭാവികളെ മക്കളും ഭർത്താവുള്ള കുടുംബം അവിടെ കിട്ടും. ഇത്രയും നല്ല ഭാര്യയുള്ള കുടുംബം അവിടെ കിട്ടും. അതേപോലെ അത്രയും പ്രേക്ഷകർക്ക് റിലേറ്റ് ചെയ്തത്. ഇപ്പൊ ചേച്ചി ചെയ്യുന്ന സിനിമയിൽ ചെയ്യുന്ന കഥാപാത്രങ്ങളായാലും ശരി, സ്ഥിരം അമ്മ റോളുകളൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ എപ്പോഴുണ്ട് അവിടെ നോക്കുന്നത്. അതാണ് സിജുവിന്റെ റിയാക്ഷൻ. ഇത്രയും പറഞ്ഞ ഞാൻ അങ്ങോട്ടൊന്നും നോക്കിയതാ. ഞാൻ പറഞ്ഞ സത്യമാണ്. ഇവിടെയുള്ള പ്രേക്ഷകരൊക്കെ മലയാളികളൊക്കെ പറയാം അല്ലെ, നമ്മളതിൽ ഫാമിലിയെ പോലെ ഒരു ഫാമിലി ഉണ്ടാവണം, അവിടുത്തെ ഒരു മകനോ മകളോ ആയിട്ട് ജനിക്കണം, അവിടുത്തെ ഭാര്യ ആവണം, ഭർത്താവണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. ഉണ്ടാവും, സ്വാഭാവികം. ഈ മോൻ ചോദിക്കും. ഞാനെന്താ ചോദിക്കാൻ വന്നത്? അപ്പം അങ്ങനെ ഇപ്പൊ സ്ഥിരം അമ്മ വേഷങ്ങളിലാണ് നമ്മൾ സിനിമയിൽ കാണുന്നെങ്കിലും എപ്പോഴും ഒരു ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഡിഫറെന്റ് ആവാൻ ശ്രമിക്കാറുണ്ട്. അപ്പം ഈ സിനിമയിലെ ചിത്രത്തിലെ ഒരു അമ്മ കഥാപാത്രം എന്ന് പറഞ്ഞു, പക്ഷെ കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിട്ട് ഒരു മെമ്പർ ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. ട്രെയിലറിൽ ഞാനൊരു ഡയലോഗ് ശ്രദ്ധിച്ചു. അതായത് സമരങ്ങൾ തോൽക്കാറില്ല, തോൽപ്പിച്ചിട്ടേ ഉള്ളൂ. എഴുതിയാളാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇമ്പാക്ട് തരുന്ന ഒരു ഡയലോഗ് ആയിട്ട് തോന്നി. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷൻസിലായാലും കറന്റ് സിറ്റുവേഷനിലായാലും ഭയങ്കര ഇമ്പാക്ട് ഒരു ഡയലോഗ്. ശരിക്കും എത്രത്തോളം തെറ്റുണ്ട് കഥാപാത്രത്തിന്? അത് ഒരു സമരം നമ്മൾ ചെയ്യുന്നത് എന്തിനാ? സത്യസന്ധമായി നമുക്ക് അവകാശപ്പെട്ട ഒരു കാര്യം കിട്ടാതിരിക്കുമ്പോഴാണ് സമരം ചെയ്യുന്നത്. ആ സമരം സത്യസന്ധമായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു നല്ല ഒരു മെമ്പറാണ് ഞാൻ. പിന്നെ ഉടായ്പകൾ കുറെ ആൾക്കാരുണ്ട് ഇതിനകത്ത്. ഈ കൂട്ടത്തിൽ ആരും ഉടായ്പ കൂടുതൽ? അത് ഞാൻ പറയില്ല. സിനിമ കണ്ടു മനസ്സിലാക്കാല്ലേ. പ്രൊഡ്യൂസറെ ഞാൻ ഒന്നും പറയില്ല, കാരണം അങ്ങേര് കാശ് മുടക്കിയതാണ്. അപ്പൊ പിന്നെ ഇനി അടുത്ത പടത്തിന് വിളിക്കണം. ഡയറക്ടറെ ഞാൻ ഒന്നും പറയില്ല, കാരണം അദ്ദേഹമാണ് എന്നെ വിളിച്ചത്. സ്ക്രിപ്റ്റ് റൈറ്ററെ ഞാൻ ഒട്ടും പറയത്തില്ല. അടുത്ത പടത്തിന് എഴുത്താരുടെ പറയാൻ പറ്റുന്നത് ഏറ്റവും കൂടുതൽ ഏറ്റവും പാവമായിട്ട് എന്നെ ഒന്നും പറയില്ല. ഇത് പ്രൊഡ്യൂസർ മോളാട്ടോ, ആ കുട്ടി ഞാൻ ഒന്നും പറയില്ല. ഞാൻ അങ്ങോട്ട് വരാതിരിക്കുക. കൃഷ്ണൻ ഹായ്. അപ്പൊ നായികയായിട്ട് വരുന്ന ഫസ്റ്റ് ചിത്രമാണ് ശ്രീചേട്ടൻ കൂടെ നായകനായിട്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? സെറ്റിലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇതുപോലെ തന്നെയായിരുന്നു. ഇതുപോലെയാണ് പിന്നെ ഇത് വേണം. കേരളം കൊണ്ടുപോയിട്ട് കേറാൻ പറ്റിയത് ഉടുപ്പ് ഡ്രസ് ചേഞ്ച് ചെയ്യുമ്പോൾ മാത്രമാണ്. കേറിയിട്ടില്ല. എന്നിട്ട് കേരളം ഞങ്ങൾ പൊക്കിക്കൊണ്ട് പോകേണ്ടി വന്നേനെ. അതുകൊണ്ട് അങ്ങനെയല്ല, ട്രക്കിങ് പോകാനും ഈ ഈവനിങ് ആകുമ്പോ കൊള്ളാം അല്ലേ? തണുപ്പൊക്കെ ഉണ്ട്, നമുക്ക് തണുപ്പൊക്കെ കൊണ്ട് കിടന്നുറങ്ങാം. പക്ഷെ അതാണ് സിജുവിനെ മിക്കവാറും വിളിച്ചോടെ തിരുന്നത് പുലിയായിരുന്നു.
അതില് വയനാട്ടിൽ ഞാൻ എല്ലാ സ്ഥലം വിളിച്ചിട്ട് വയനാട്ടിലെ മനുഷ്യര് കാടായിരുന്നല്ലോ, നമ്മള് വെട്ടി തെളിച്ചതാണ്. തെളിച്ച് പിന്നെ അവരെണ്ണം കൂടും, അവർക്കും താമസിക്കാൻ സ്ഥലമില്ല. അപ്പൊ എവിടേക്ക് ഇറങ്ങിയെങ്കിലും വരണ്ടേന്നുള്ള വിളിച്ചു. സൂക്ഷിച്ചു ആരാ വെട്ടി തെളിച്ചത്? മനുഷ്യരും കേസ് വരുമെന്നൊക്കെ. അതല്ല, പുലി വരും, കേസൊക്കെ പിന്നല്ലേ. നമ്മള് ഷൂട്ട് ചെയ്തപ്പോൾ ഒരുപാട് ക്വാറി അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാണുമ്പോൾ ഭയങ്കര പുലിയുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു. കരിങ്കൽ ക്വാറി കാണുമ്പോ ഇപ്പൊ നിർത്തലാക്കിയല്ലോ, ക്വാറി കാണുമ്പോ ഭീകരമാണ്. അതുപോലെ നമ്മള് ഷൂട്ട് ചെയ്ത സ്ഥലത്ത് അവിടെയാണെന്നുകൊണ്ട് നാട്ടിലെ ഏറ്റവും കൂടുതൽ അല്ലേ? ശരിക്കും എന്തോ ഭയങ്കര ഈ കലംബാസന്റെ അനുഗ്രഹം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ആർക്കും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അല്ലേ, ഒന്നും അത്രയും ഭയങ്കര ഡേഞ്ചർ മേഖലയിലായിരുന്നു. വിഷയമാണല്ലോ ഇവിടെ. നമ്മൾ എന്തിനെ വിശ്വസിക്കുന്നോ കാട്ടുതീ പോലെ പടർന്നിട്ട് കലമ്പന്റെ കാൽപാദത്തിന്റെ അവിടെ ഇപ്പം നിന്നുപോയി. അത് അണച്ചു കളഞ്ഞു. അത് സത്യം സീരിയസ് ആയിട്ട് പറഞ്ഞതാ ശരിക്കും. എങ്ങനെ കലമ്പന് എങ്ങനെയാണ് ഈ പവർ ഉണ്ടാവാണ്ടിരിക്കണേ? ഇത്ര ആൾക്കാർ എത്ര ആൾക്കാരുണ്ടെന്നറിയാമോ ആ സിനിമയില്? ഒത്തിരി ആൾക്കാരുണ്ട്, ആർട്ടിസ്റ്റുകൾ. അപ്പൊ ഇവരെല്ലാരും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കലംബാസുര അല്ലേ? അപ്പൊ ഇത് തന്നെ പറയും, സ്ക്രിപ്റ്റ് റൈറ്റർ എഴുതുമ്പോ തുടങ്ങി കലംബാസുര എന്ന് പറയും. ഞങ്ങളടുത്ത് ഓരോരുത്തരും കഥ പറയുമ്പോ ഒക്കെ കലംബാസുര എന്ന് പറയും. ഞങ്ങളിത് കഴിയുമ്പോ ഇദ്ദേഹം കഥ പറഞ്ഞിട്ട് പോയി കഴിയുമ്പോ ഈ പേര് പഠിക്കാൻ വേണ്ടി ഞങ്ങൾ കലംബാസുര എന്ന് പറയുന്നത്. പവർ കയറി, ഭയങ്കര പവർ കയറി. ശരിക്കും കലംബാസറിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഓരോ ശരിക്കും കലംബാസറിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഓരോ ദൈവങ്ങൾക്കും നമ്മൾ പറയുന്നത് ഇന്ന പ്രത്യേകത, അസുരന്മാർക്ക് പ്രത്യേകിച്ച്. കലംബാസറിന്റെ പ്രത്യേകത എന്താ? കലംബാസൻ ശരിക്കും തിന്മയ്ക്ക് എല്ലാ സങ്കല്പങ്ങളും എങ്ങനെ കിടക്കുന്നു? സങ്കല്പങ്ങളെല്ലാം കിടക്കുന്നത് തിന്മയ്ക്ക് മേലെ നന്മയുടെ ആധിപത്യം. നന്മ ജയിക്കുന്നു, തിന്മയെ തോൽപ്പിച്ച് നന്മ. അതാണ് നമ്മുടെ എല്ലാ സങ്കല്പം. ദീപാവലിയാണ് ശരി, എന്ത് സങ്കല്പങ്ങളുടെ പുറത്തേക്കുന്നത്. കലംബാസൻ ശരിക്കും ഒരു ദേശ രക്ഷകനാണ്. നമ്മൾ പറയുന്നത് സർവ്വരാജ്യ രക്ഷകൻ ആണ്, സൗരയൂഥത്തിന്റെ പാലകനാണ്. അപ്പൊ അതാണ് ഡയമെൻഷൻ. കലംബാസന്റെ ഡയമെൻഷൻ പറഞ്ഞാൽ സർവ്വരാജ്യങ്ങളും വരും, സൗരയൂഥത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു രക്ഷകന്റെ എലമെന്റ് ആണ്. ഈ രക്ഷകൻ എന്ന് പറയുന്ന മിത്താണ്, സ്വാഭാവികമായിട്ടൊരു മിത്താണ്. ഇത്തരം എലമെന്റുകളെല്ലാം മിത്താണ്. ഇപ്പൊ കലംബാസൻ താമസിക്കുന്ന ഇപ്പൊ കലംബാസന്റെ ജസ്റ്റ് ഒരു ഐഡിയ ആയിട്ടാണ് ഇപ്പൊ കലംബാസൻ ഉണ്ടാക്കുന്നത് ഉഗ്രസുന്ദരി എന്ന് പറഞ്ഞ ഒരു രാക്ഷസി ഉണ്ടായിരുന്ന പ്രദേശം. ആ പ്രദേശത്ത് കൊച്ചു കുട്ടികളെ കൊണ്ടുപോയി കൊന്നുതിന്നു ഈ ഉഗ്രസുന്ദരി. അപ്പൊ ആ ഉഗ്രസുന്ദരിയുടെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ ആ പ്രദേശം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവർക്ക് കലംബാസനെ വിളിച്ച് ആഗ്രഹിക്കുന്ന, അവരുടെ ഇതിൽ നിന്ന് രക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുന്ന സമയത്ത് പ്രത്യക്ഷപ്പെടുന്ന ഒരു അസുരനാണ് ഒരു കലംബാസുരൻ എന്ന് പറയുന്നത്. ആ കലംബാസുരൻ എന്ന് പറയുന്ന ഒരു മിത്തിന്റെ പുറത്ത് ജീവിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ കഥാപരിസരം. അപ്പൊ സ്വാഭാവികമായിട്ട് ഇങ്ങനെയാണ്. അപ്പൊ അവിടെ തിന്മയ്ക്ക് മേലെ ഒരു നന്മയുടെ ആധിപത്യം സ്ഥാപിച്ചെടുക്കുന്ന, സൗരയൂഥത്തെ പാലിക്കുന്ന, സർവ്വരാജ്യത്തെ രക്ഷിക്കുന്ന കലംബാസുരൻ. ശരിക്കും കലംബാസുരനെ പിടിച്ച കാര്യങ്ങൾ വരെ നടക്കും. ചിട്ടയായിട്ട് അതാണ് പറഞ്ഞത്. കൃത്യമായിട്ട് ഒരു ചിട്ടവട്ടമുണ്ട്. പ്ലവന സംഹിത എന്ന് പറഞ്ഞൊരു ഗ്രന്ഥമുണ്ട്. പ്ലവന സംഹിത എന്ന് പറഞ്ഞ ഗ്രന്ഥത്തില് കലംബാസുരന്റെ പല കൃത്യമായിട്ട് കുറെ കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. 26 സിനിമ കണ്ടത് പ്ലവന സിനിമ വായിക്കണ്ട. എന്തായാലും രക്ഷയുടെ കലംബാസുരനെ പിടിക്കാം. ഈ സൗരയൂഥത്തിൽ നിന്ന് നമുക്ക് അത്യാവശ്യം എന്തൊക്കെയാണ് നമുക്ക് ആവശ്യം? സൗരയൂഥത്തില് ഗ്രഹങ്ങളുണ്ടല്ലോ, അതിനകത്ത് ഈ ഗ്രഹങ്ങളിൽ നമുക്ക് ഏറ്റവും പ്രയോജനപ്പെട്ട 2 ഗ്രഹങ്ങളുടെ പേര് പറഞ്ഞു. ശുക്രൻ. നമുക്ക് നിത്യേന ജീവിതത്തിൽ ആവശ്യമുള്ള ഗ്രഹങ്ങളുണ്ട് അല്ലേ? ചൊവ്വ, ബുധൻ. ചൊവ്വയുടെ വീട്ടിൽ കഞ്ഞി വെക്കണത്. നമുക്ക് അതിനകത്ത് വലിയ നോളജ് അപ്പൊ വേണ്ട, അത് കുട്ടിക്ക് അറിയില്ല, കുട്ടി വിഷയം വിട്ടേക്കാം. പക്ഷെ ഈ മന്ത്രത്തിന്റെ ആ ഒരു വേർഡില് ഇതിനകത്ത് എല്ലാ അർത്ഥം, ഈ മന്ത്രങ്ങൾ പുള്ളി അത് ഉദ്ദേശിച്ചതാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ മന്ത്രത്തില് ആ 2 പേര് നമുക്ക് ഇത് ഇവിടുന്ന് ഇറങ്ങിയിട്ട് ആ മന്ത്രത്തില് ഇത് രണ്ടിന്റെയും അർത്ഥം കിടക്കുന്നുണ്ട്. ഈ മന്ത്രം ചൊല്ലിക്കഴിയുമ്പോൾ ആ നാടിന് കിട്ടുന്ന, നമുക്ക് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇത് അതിനകത്ത് കിടക്കുന്നുണ്ട്. പക്ഷെ അറിഞ്ഞെഴുതാമെന്ന് എനിക്കറിയില്ല. സർവ്വരാജ്യ രക്ഷക, സൗരയുദ്ധ പാലക, സൗരയുദ്ധത്തിലെ ആ പാലകന്റെ
അതൊരു സംഭവമാണ് ഇതിനകത്ത്. ഇതൊക്കെ പഠിച്ചു വരുമ്പോ തന്നെ ഇതൊക്കെ പഠിക്കാനായിട്ട് പാടും കേട്ടോ. എനിക്കൊന്നും മനസ്സിലായില്ല. ഇതിന് കൊറേ നേരം കൊണ്ട് പറയുന്നുണ്ട് ഇത്. ഞാനാണെങ്കി രാവിലെ തൊട്ട് വട്ടായിട്ടിരിക്കുക. പുള്ളിക്കാരൻ ജില്ലാവായിരിക്കും. അപ്പം സജീവേട്ടന്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് എപ്പോഴും എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. തൊണ്ടി മുതൽ തന്നെ ഒരു എക്സാം ആണ്. ഭഗത് പോലും കഴിഞ്ഞ പ്രസ് മീറ്റിൽ പറയാം, ഒരു ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമ അല്ലെങ്കിൽ ഓർക്കാൻ ആഗ്രഹിക്കുന്ന ചെയ്ത കഥാപാത്രം ഡിഫറെന്റ് ആയിട്ട് സിനിമ ഏതെന്ന് പറയുമ്പോൾ അദ്ദേഹം പറയും തൊണ്ടി മുതൽ ദൃശ്യം. അത്രയും ഡെപ്ത് ഉള്ള ഒരു, അപ്പോൾ അതിനുശേഷം ചെയ്യുന്ന ഒരു ചിത്രം എന്ന് പറയുമ്പോൾ ഒരുപാട് എക്സ്പെക്ടേഷൻ അല്ല ചെയ്തു. പക്ഷേ ഇപ്പൊ ഇങ്ങനെ ഒരു ചിത്രത്തിൽ ചെയ്യുന്ന നമ്മുടെ സിജുവിൽസൺ പോലെ ഒരു ആക്ടർ ഇത്ര എന്താ പറയാ, ഒരു പുള്ളിക്കാരൻ എന്ന് പറയാൻ നാച്ചുറൽ ആയിട്ട് എപ്പോഴും ചെയ്യുന്നത്. അവിടെ ശബ്ദം അതൊന്നും കൂടെ പറയാൻ എനിക്ക് നല്ലത്. അല്ല അതിനോട്ട് പറഞ്ഞു അത് അതിനിടക്ക്. അപ്പൊ ചേട്ടൻ ഒരു സ്ക്രിപ്റ്റ് സിജു വിൽസനെ പോലെ നാച്ചുറൽ ആക്ടിങ് ചെയ്യുന്ന ഒരു നല്ലൊരു ആക്ടറിനെ ഇങ്ങനെ ഒരു കഥാപാത്രത്തിലേക്ക് കൊണ്ടുവരുമ്പോഴേക്കും അപ്പം സിജു വിൽസൺ തന്നെയാണ് മനസ്സിലായിരിക്കും പറഞ്ഞ ഇങ്ങനെ ഒരു കഥാപാത്രത്തിലേക്ക്. നമ്മള് ഇത് ആദ്യമേ പ്രമേയമായിട്ട് സംഭവം സംസാരിച്ചതിന് ശേഷം ഞങ്ങള് പല രൂപത്തിൽ ആലോചിച്ചത് എങ്ങനെയായിരിക്കും ഈ ക്യാരക്ടർ ആരായിരിക്കണം എന്നുള്ളത് വലിയൊരു ആലോചന നടന്നു. അപ്പൊ ആ ആലോചനയുടെ ഭാഗമായിട്ട് സിജു ലാൻഡ് ചെയ്തത്. അതിന് വലിയ ഞങ്ങളുടെ സൈഡിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അതിൽ വേറെ വലിയ അപ്രതീക്ഷിത ആലോചന ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് സംശയത്തിൽ സിജു ഈ പറഞ്ഞ 19ാം നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയം. അപ്പൊ എന്താണ് ആറ്റിറ്റ്യൂഡ്, എങ്ങനെയാണ്. അപ്പൊ ഇതാകുമ്പോൾ ഇത്തിരി കുറുക്കത്തരം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത്ര സ്ട്രേറ്റ് ഫോർവേഡ് ക്യാരക്ടർ ഒന്നുമല്ല. അപ്പൊ സിജുവിന്റെ ഇനിയിപ്പോ ഒരു ചിലപ്പോ എങ്ങനെയാണ് എടുക്കാൻ എന്നുള്ളൊരു ആശങ്കയൊക്കെ നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. പിന്നെ പക്ഷെ നമുക്കൊരു കാര്യം ഉണ്ടായിരുന്നു, ഈ സിനിമയ്ക്ക് ഓരോ ഏരിയയിൽ ഇപ്പൊ ഞാനിത് ഓരോ സീരീസ് മൂഷി തന്നു കഴിഞ്ഞാൽ ഇത് ഈ പടം പ്രേംലാലിനോട് ഞാൻ പറയുമ്പോൾ ഞങ്ങൾക്ക് ചില ആശയഗതികളിൽ നമ്മൾ യോജിച്ചു പോകുന്നതല്ല. അപ്പൊ അത്തരം ഞാൻ എന്തുകൊണ്ട് പ്രേംലാലിനോട് ഈ കഥ പറഞ്ഞു എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവ് അത് തന്നെയാണ്. ഇങ്ങനൊരു കഥ ചെയ്യാൻ പറ്റുന്ന ഒരാൾ എന്ന നിലയ്ക്കാണ് പ്രേംലാലിന്റെ കഥ പറയുന്നത്. അപ്പൊ അത് ആ അത്രത്തെ റിസീവ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റിലാണ് നമുക്ക് പറയാൻ പറ്റും. അത് അവിടെ നമ്മളത് ആ രൂപത്തിൽ ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നോക്കുന്നത് അത് മനസ്സിലാകുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതല്ല, അതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന മറ്റൊരു രീതിയിൽ അതിനെ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു ആർട്ടിസ്റ്റിലേക്ക് എത്തും. അപ്പൊ സ്വാഭാവികമായിട്ട് സിജുവിലേക്കാണ് എത്തിയത്. പക്ഷെ നമുക്ക് ആ എഴുതിയിട്ട് തെറ്റിയില്ല, നല്ലത് പറയല്ലേ. അപ്പൊ ഇതില് സിജുവിനെ സംബന്ധിച്ച് എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, അത് സിജുവിന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ആയിരിക്കും ഈ പടത്തിലാണ് ചോദിച്ചു. അത് എല്ലാ തരത്തിലുള്ള ഒരു ഇപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് 2 അമ്മമാരുള്ള, അതിൽ ഒരച്ഛൻ 2 കല്യാണം കഴിച്ച് ഒരമ്മയുടെ മകനാണ്, അപ്പുറത്ത് മറ്റൊരു കുട്ടിയുണ്ട്. പക്ഷെ 2 അമ്മയെ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ഒരു വ്യത്യസ്തനായ അച്ഛനുള്ള വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള സർക്കസുകാരനാണ് അച്ഛൻ. സർക്കസുകാരനായിരുന്നു, അമ്മ സർക്കസുകാരിയായിരുന്നു. അപ്പൊ അങ്ങനെ അച്ഛനവിടെ മുളച്ച് അവിടെ നിന്ന് പ്രേമിച്ചു കൊണ്ടുപോയി ഇപ്പുറത്ത് മറ്റൊരു കല്യാണം. ഇങ്ങനെ പറയുന്ന ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു പെങ്ങൾ സ്വന്തം രക്തത്തിൽ വെച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല, 2 അമ്മയുടെ മക്കളായിട്ടുള്ള ഇങ്ങനത്തെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉള്ള മനുഷ്യനാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രദേശത്ത്, നമ്മുടെ ഗ്രാമപ്രദേശങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ തൊട്ടാ അവിടെ അപ്പുറത്തേക്കായിട്ട് കാണാൻ സാധ്യതയുള്ള കുടുംബത്തിന്റെ റെപ്രസെന്റേഷൻ അതുകൊണ്ട് ഭയങ്കര ഇങ്ങനെ. അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പൊ അല്ല എനിക്ക് ഒരു അമ്മയുടെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടെൻഷനായി പോകും. അത്തരത്തിലല്ല, അതിതാണ് വേണ്ടത്, അങ്ങനെയാവാം എന്ന രീതിയിലേക്ക് അതിന്റെ എന്താണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ച പൊളിറ്റിക്സ് അതിനെ വ്യക്തതയോടുകൂടി മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നമുക്ക് പറഞ്ഞ ആ ദിവസം തന്നെ നമ്മൾ ആലോചിച്ചിട്ട് പറയാനൊന്നും പറഞ്ഞില്ല, അപ്പൊ തന്നെ കമ്മിറ്റ് ചെയ്തിട്ടാണ് പോയത്. അത് ലാസ്റ്റ് വരെ കമ്മിറ്റ്മെന്റ് വെച്ചാൽ നമുക്ക് കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു. ഈ പടം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പ്രണാല് പറയുന്നത് കാരണം വെച്ചാൽ ഇത് അങ്ങനത്തെ ഒരു ആദ്യം പറയില്ല, ചൂട് പ്രശ്നം ഒരു വഴിക്ക് ഇതിന്റെ ഷൂട്ട് നടക്കേണ്ടി വരുന്നത് ഭയങ്കര ഒരു ഏകദേശം 1.5 കിലോമീറ്റർ ഇല്ലേ അത്രയും ദൂരം നമ്മൾ കയറിയെത്തണം. അത്രയും കയറിയെത്തല്ല ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. താഴേന്ന് മലയിലേക്കുള്ള ദൂരം 1.5 കിലോമീറ്റർ എന്ന് പറഞ്ഞു. അപ്പൊ അത് ഈ സാധനങ്ങൾ മുഴുവൻ ചുമന്ന് കയറ്റണം. അപ്പൊ ഇതിന്റെ ആർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ ഗംഭീര വർക്ക് എക്യുപ്മെന്റ്സ് എല്ലാം ചുമന്ന് കയറ്റണം. അത് മാത്രമല്ല ഈ ഒരു ദിവസം നമ്മളൊരു പല ആവർത്തിക്കുന്നത് ഇതൊക്കെ ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ച് ഭയങ്കര എറ്റിക് ആയിട്ടുള്ള പരിപാടിയാണ്. പക്ഷെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ അതിനോട് പൂർണ്ണമായിട്ട് സഹകരിച്ചു.
എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചൊരു പിന്നെ ഔട്ട്പുട്ട്, ടോട്ടൽ ഔട്ട്പുട്ട്. നമ്മൾ ആദ്യം പറഞ്ഞ സിജുവിൻ്റെ ഒന്നാന്തരം പെർഫോമൻസ് ആയിരിക്കും കാര്യം വിശ്വാസം ഉറപ്പാണ്. വേറെ ഒരു ക്യാരക്ടേഴ്സ് അത് രാഹുൽ കുറച്ച് സത്യമായ ക്യാരക്ടറുണ്ട്. വിനീഷ് മാഷ് നല്ല ഇഷ്ടം മാഷ് നിഷയുടെ മെമ്പർ അമ്പിളിയാണ്. മെമ്പറമ്പിളി നിഷ പറഞ്ഞ പോലെ തന്നെയാണ്. എപ്പോഴും നിഷ കാണുന്നതൊക്കെ നമ്മള് നല്ലൊരു കുടുംബിനിയായ അമ്മ. അല്ല, ഇത് കുറച്ചുകൂടി ലൗഡാണ്, കുറച്ചും കൂടി ഒച്ചത്തിൽ സംസാരിക്കുന്നത്, ഷൗട്ട് ചെയ്തിരുന്നത്, ഒച്ചത്തിൽ പ്രസംഗിക്കുന്നത്, അല്ലെ അങ്ങനെയൊക്കെ പെരുമാറേണ്ടി വരുന്നത്. കുറെ നേരം കൊണ്ട് സംഭവിച്ചിട്ടിരിക്കുന്നതാ. പിന്നെ ഇതെനിക്ക് ആ സിനിമയിൽ ഞാൻ റെഡി ചെയ്ത് പറഞ്ഞ അന്നോട്ട് കേട്ടോണ്ടിരിക്കണതാ ഈ സൈഡിൽ നിന്ന്. ആ സൈഡിൽ നിന്ന് ഇപ്പോഴാണ് കേൾക്കണേ. എല്ലാം ഉള്ളിൽ വെച്ചോണ്ടായിരുന്നു എന്നെ വിളിച്ചതെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്നാലും നിങ്ങൾ എന്നോട് ഇല്ല, എനിക്ക് അന്നല്ല അവരോട് ഒരു വിരോധം ഇല്ല. കാരണം അത്രയും നല്ല കഥാപാത്രമാണ് തന്നിരിക്കുന്നത്. അത് മതിയല്ലോ. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഇത്ര നല്ലൊരു കഥാപാത്രം കിട്ടുന്നതാണ്. നിങ്ങൾ പറഞ്ഞോ മക്കളെ, എന്തായാലും പറഞ്ഞോ. ചേട്ടാ കുറച്ച് നമ്മുടെ സജിയുടെ പറഞ്ഞ പോലെ ഇപ്പോൾ 19ാം നൂറ്റാണ്ട് ഇറങ്ങി അത്ര ഹൈപ്പ് നിൽക്കുക, അത്ര ഹിറ്റ് അടിച്ചിരിക്കുന്ന ഒരു സമയത്ത് പറഞ്ഞ പല കഥകളും ഇനി അദ്ദേഹം ഈ കഥ കേൾക്കുമോ, എൻ്റെ കഥയെ കമ്മിറ്റ് ചെയ്യുമോ, അങ്ങനെയൊക്കെ പലരും ഇങ്ങനെ വന്നിട്ടുണ്ടോ? അങ്ങനെ ഏതെങ്കിലും കഥകൾ അങ്ങനെ മിസ്സായി പോയിട്ടുണ്ടോ? അല്ല പലരും ഇങ്ങനെ മനസ്സിലാവും പടം ഹിറ്റ് അടിച്ചോണ്ട് ഇനി ആക്ട്. എനിക്കറിയില്ല ഇതുപോലെ ഇനി വിചാരിച്ചിട്ട് ആരെങ്കിലും അപ്രോച്ച് ചെയ്യാത്ത ആൾക്കാരൊന്നും എനിക്കറിയില്ല. അവർക്കല്ലേ അറിയുള്ളൂ. 19ാം നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ഇനി അയാൾ ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വരാത്ത ആൾക്കാരുണ്ടെങ്കിൽ അല്ല എപ്പോഴും തോന്നിട്ട് ആരെങ്കിലും ഇങ്ങനെ ജാഡിയായി പോയി കാണും പുള്ളിക്കാരൻ 19ാം നൂറ്റാണ്ട് ഹിറ്റ് അടിച്ച് വേണ്ടി ഹീറോ ആയില്ലേ, അങ്ങനെ തോന്നിച്ച് അങ്ങനെ ആരെങ്കിലും പറയുമല്ലോ. അറിയാത്തവര് ചിലപ്പോ പറയുന്നത് അറിയാവുന്നവർക്ക് അറിയാം ഞാൻ എങ്ങനെയാന്നുള്ളത്. അതുകൊണ്ട് അല്ല എനിക്കറിയാം പേഴ്സണലി അറിയാവുന്ന ഭയങ്കര പാവമായിട്ട് എങ്ങനെയാന്നുള്ള എനിക്കറിയില്ല. നല്ല കഥകൾ വരുന്നുണ്ട്. എങ്ങനെയാണ് ഇപ്പൊ ഒരു നോർമലി ഒരു ഏതൊരു ആക്ടറിനെ സംബന്ധിച്ച് ഒരു കരിയറിൽ ഒരു നല്ലൊരു നിരാശ ഉണ്ടാകുന്ന സമയത്ത് ഇനി അങ്ങോട്ട് അതേ ലെവൽ കീപ്പ് ചെയ്യാനായിരിക്കും ശ്രമിക്കുന്നത്. അപ്പൊ ഒരു കഥ ചൂസ് ചെയ്യുമ്പോഴായാലും ശരി, അല്ലെങ്കിൽ പ്രൂ ആയാലും ശരി, അപ്പൊ എപ്പോഴും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ചേട്ടനെ സംബന്ധിച്ച് എങ്ങനെയാണ് ഒരു ഇനി ഓരോ കേൾക്കുന്ന കഥകളിൽ എന്താണ് കൂടുതൽ സ്റ്റോറിയുടെ ഇതാണോ ക്രൂ ആണോ, എന്താണ് ചേട്ടനെ അട്രാക്ട് ചെയ്യുന്നത്? അൾട്ടിമേറ്റ്ലി സ്റ്റോറിയാണ് നോക്കുന്നത്. സ്റ്റോറി കഥാപാത്രം, ക്രൂ അതൊക്കെ സെക്കൻഡറി ആയിട്ടാണ്. ആദ്യം കഥയും കഥാപാത്രവും അതാണ് പ്രൈം ഫോക്കസ് എപ്പോഴും ചെയ്യാറ്. നേരത്തെ പോലെ അങ്ങനെ തന്നെയാണ്. ഇതിൽ അങ്ങനത്തെ ഒരു കഥയും കഥാപാത്രവും ഉണ്ടായിരുന്നു. പിന്നെ ആഡ് ഓൺ ആയിട്ട് വരുന്ന കാര്യങ്ങൾ തന്നെ സജീവയുടെ സാക്ഷി, അത് പിന്നെ പ്രേമന്റെ ആത്മാവ് എന്ന് പറയുന്ന സിനിമ ഞാൻ കണ്ടിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. ഞാൻ പ്രേമന്റെ ആദ്യം കഥയിൽ കണ്ടിട്ട് ഞാൻ പറയുന്ന കാര്യം, ഞങ്ങള് ലിവിനന്ന് മലർവാടി ആർട്സ് ക്ലബ്ബൊക്കെ ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. ഞങ്ങളിങ്ങനെ ആലോ സ്കൂൾ വാലിലൊക്കെ വെറുതെ പണിയൊന്നും ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ചോദ്യം തുടങ്ങുമല്ലോ, എന്താ ഈ പടങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ അഭിനയിക്കാൻ എന്നൊക്കെ ചോദ്യം ചോദിക്കുന്നത്. എന്തൊക്കെയപ്പോൾ ഒരു മുങ്ങിൽ ഞങ്ങൾ സ്പോട്ടിൽ തീരുമാനിച്ചിട്ട് അങ്ങനെ വാഗമൺ പോയി. ഞങ്ങള് ഷറഫിനെന്ന് ഒരു ഇന്ത്യക്കാരുണ്ട്, ഞാൻ കിച്ചു ഷറഫ് മോസിനി ഞങ്ങള് വാഗമൺ പോയി കഴിഞ്ഞപ്പോൾ അവിടെ പരുന്നമ്പാറയിൽ ഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു. ആത്മാവിന്റെ ഷൂട്ടായിരുന്നു. അന്ന് ശ്രീനി സാറിന് പരിചയപ്പെടാനായിട്ട് പോയിരുന്നു. വിനീത് മകന്റെ പടത്തിൽ അഭിനയിച്ചാണല്ലോ. അപ്പൊ നമുക്ക് ഡയറക്റ്റ് എൻട്രി ആണ് ചെന്നൈന്റെ കൂടെ ചെന്ന് കഴിഞ്ഞാൽ. അന്ന് പക്ഷെ പ്രേമേട്ടനൊക്കെ അവിടെ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അത് പിന്നീട് ഇപ്പൊ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാനായിട്ട് വരുമ്പോഴാണ് ഞാനത് പറയുന്നത് കാര്യങ്ങൾ എന്തൊക്കെയോ ഒരു കണക്റ്റഡ് ആയിട്ട്. പക്ഷെ അവിടെ ഞാനുണ്ടായിരുന്നു, എന്നെ കണ്ടില്ല. എന്നിട്ട് എന്റെ വാതുറപ്പിച്ചില്ല, ഊമയായിരുന്നു ഞാൻ. നല്ല കഥ അല്ല ആ സമയത്ത് കുറെ നല്ല കഥാപാത്രങ്ങൾ ചെയ്തിരുന്നു. ഇത് നല്ലതായിരുന്നു. പക്ഷെ എന്താ എന്നെ കൊണ്ട് വായ തുറപ്പിച്ചില്ല, ഊമയാണെന്ന് പറഞ്ഞു ആദ്യം തന്നെ. കുഴപ്പമില്ല, ഇന്നിപ്പോ വാ ഓർക്കാതെ അത്ര കഥാപാത്രങ്ങൾ കിട്ടുന്നില്ല. അതെ അദ്ദേഹത്തിനായിരിക്കും. അതിലിപ്പം തന്നെ നമ്മള് കഥ കേൾക്കുന്ന സമയത്ത് അറിയാൻ പറ്റും എത്രത്തോളം ഇൻവോൾവാണ്. നമുക്ക് കഥ കേൾക്കുമ്പോൾ ഞാൻ കഥ കേൾക്കുമ്പോൾ എനിക്ക് വിഷ്വലിൽ നല്ല ക്ലാരിറ്റിയോടെ കിട്ടും. ചില സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ വരും. ഇതിലെ യാതൊരു പ്രശ്നം വരുന്നില്ല. കറക്റ്റ്
എങ്ങനെയാണ് സിനിമ അവസാനിക്കുന്നത് വ്യക്തമായിട്ടുള്ളൊരു ധാരണ എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അപ്പൊ തന്നെ നമ്മൾ സ്ക്രിപ്റ്റ് ആയതിനു ശേഷമാണ് സുജിനെ കണ്ടത്. കാരണം അതൊരു വെയിറ്റ് ചെയ്തിരുന്നു ഒരു വ്യക്തമായിട്ട്. ഇടയ്ക്ക് ഇത് പല രൂപത്തിലുണ്ട് ഈ പടം. 2-3 രൂപത്തിൽ ആലോചിക്കാം. പ്രമുഖനായിട്ട് ആദ്യം ആലോചിച്ച പടം ഇതല്ല. അതൊരു വേറെ കുറച്ചും കൂടി നല്ല ഹൈലി പൊളിറ്റിക്കലായിട്ടുള്ള കേരളത്തിലെ ജാതിയും ഒക്കെ വളരെ വളരെ സീരിയസ് ആയിട്ട് പരിപാടിയാണ്. അപ്പൊ അത് ആലോചിച്ച് വന്ന സമയത്ത് ഇതിന്റെ ഞാൻ ഒരിക്കലും പറഞ്ഞത് അതല്ല, കുറച്ചും കൂടി ലൈറ്ററായിട്ട് വേറെ പരിപാടിയിലേക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടി വൈഡ് സ്പ്രെഡ് ആയിട്ട് കുറെ കൂടി ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു പരിപാടി എന്നൊക്കെയാണ് ഇതിലേക്ക് എത്തിയത്. അപ്പൊ അന്ന് നമ്മൾ പോകുന്ന സമയത്ത് വ്യക്തമായിട്ടൊരു, അതായത് ഇത് ഇങ്ങനെ ആയാലും ഇത് പറ്റുള്ളൂ, ഇന്നത്തെ രീതിക്കാണെങ്കിൽ മാത്രമേ പടം ചെയ്യാൻ പറ്റുള്ളൂ എന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഒരു സാഹചര്യമായിട്ടാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഡ്രാഫ്റ്റ് സൈഡും നമ്മുടെ ഉണ്ട്, ഇല്ലെങ്കിൽ ചെയ്യാതെ മാറ്റി വയ്ക്കാം എന്ന് അത്രയും ഒരു ഉറച്ച ചിന്ത കാര്യത്തിലുണ്ടായിരുന്നു. ഇപ്പൊ സുജിയുടെ അടുത്ത് ചിലപ്പോൾ നമ്മളെ സംബന്ധിച്ചൊരു 70% അത് തന്നെയായിരുന്നു നമ്മുടെ ഓപ്ഷൻ. അപ്പൊ എന്തായാലും ഒരു എന്താ പറയുക, ഒരു ഏതൊരു കഥ സമർപ്പിക്കുന്ന ഒരാളെ അപ്രോച്ച് വേണ്ട സ്ക്രിപ്റ്റ് ആയിരിക്കും അതിന്റെ ബേസ് എന്ന് പറയുന്നത്. അതിലൊരു 100% ഉറപ്പുണ്ടെങ്കിൽ തന്നെ കുറച്ചുകൂടെ ചേട്ടൻ പറഞ്ഞ ഒരു വിഷ്വൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ തന്നെ പകുതി ഏതാണ്ട് 50% അവിടെ. പലപ്പോഴും നമുക്ക് ഒരുപാട് പേര് കഥ പറയാനായിട്ട് വരുന്നുണ്ട്. ചിലർ ഒരു വൺ ലൈനർ മാത്രമായിട്ടായിരിക്കും വരുന്നത്, ചിലർ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയണം എന്ന് പറഞ്ഞു പറയും, വ്യക്തമായിട്ട് പറയും. അപ്പൊ നമ്മൾ ആ രീതിയിൽ തന്നെ ഭയങ്കര ഇംപ്രസ്ഡ് ആവും. കാര്യം ഇവരുടെ മനസ്സിലതുണ്ട്. ചിലർ ഇതുപോലെ സ്ക്രിപ്റ്റ് പോലും നോക്കാതെ വ്യക്തമായിട്ട് അത് പറയും. അത്രയും അതിന് പുറകിൽ അവർ വർക്കൗട്ട് ചെയ്യുന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. വ്യത്യസ്തമായിട്ടാണ് വരുന്നത്. ചേട്ടാ കുറച്ച് പറഞ്ഞാല് സിനിമ എന്ന് പറയുന്നത് ഒരു മായാ ലോകം പോലെ എല്ലാവരും പറയാറുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിലോട്ട് കയറുന്നത് ഈ ജോലി ഉപേക്ഷിച്ചിട്ട് വരുന്ന ഒരു ചേട്ടൻ കുറെ ജോലി ഉണ്ടായിരുന്നു, അത് കളഞ്ഞിട്ടാണ് സിനിമയിലേക്ക് ഇറങ്ങിയത്. അപ്പൊ അതേപോലെ സിനിമ ആഗ്രഹിച്ചിറങ്ങുന്ന കുറെ പേരുണ്ട്. പക്ഷെ സിനിമ എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് ഇന്ന് കയറി നാളെ സ്റ്റാർ ആകുക എന്നുള്ളതല്ല, നല്ല കഷ്ടപ്പാടുണ്ടാവും, നല്ല സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ചില ഏതെങ്കിലും പോയിന്റിൽ ഇറങ്ങിയത് നഷ്ടമായി പോയി അങ്ങനെ പോകുന്ന ബാക്കൗട്ട് ചെയ്യുന്ന നിറയെ പേരുണ്ട്. അത് ഇത്തരം നിൽക്കുന്നവർ വളരെ കുറച്ചാണ്. ശരിക്കും എപ്പോഴെങ്കിലും അങ്ങനെ ഒരു പോയിന്റ് തോന്നിയിട്ടുണ്ടായിരുന്നു ലൈഫില്? ഇല്ല, അങ്ങനെ ബാക്കൗട്ട് ചെയ്യാനായിട്ടുള്ള തോന്നിയില്ല. കാരണം വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. എത്തിയിട്ടേ കാര്യമുള്ളൊരു പരിപാടി തന്നെ ഉണ്ടായിരുന്നു. ആ വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വേറെ ഒന്നും ചെയ്യാൻ അറിയില്ല. അല്ല, പൊതുവെ നമ്മുടെ നാട്ടുകാരുടെ സ്വഭാവമാണല്ലോ സിനിമ എന്ന് പറഞ്ഞാൽ തന്നെ സിനിമയാണ്, ഇത് ആ വിഷയമാണ്. ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. അത് സിനിമയിൽ മാത്രമല്ല കേട്ടോ. നമ്മളിപ്പോ നമ്മളൊരു കോളേജൊക്കെ കഴിഞ്ഞ് ഇറങ്ങി റോഡിൽ ഇറങ്ങി കഴിഞ്ഞ ഉടനെ എന്താ മോനെ ജോലിയൊന്നും ആയില്ലേ, അത് വരും. അപ്പൊ അടുത്ത പിന്നെ എന്താ കല്യാണമൊന്നും ആയില്ലേ, കല്യാണം കഴിഞ്ഞ് അടുത്ത വെച്ചിട്ട് എന്താ കൊച്ചൊന്നും ആയില്ലേ, ചോദ്യങ്ങൾക്ക് അങ്ങനെ പഞ്ഞൊന്നും ഉണ്ടാവില്ല. ശരിക്കും പറയാതെ ഞാനും സ്ഥിരം കേൾക്കുന്ന ഒരു സാധനമാണ്. കോളേജ് കഴിയുമ്പോൾ ജോലിയൊക്കെ ഇല്ലേ, മീഡിയ വർക്കിന്. മീഡിയയിലാണോ? ഏത് മീഡിയ? യൂട്യൂബിലൊക്കെ. യൂട്യൂബാണോ? വളരെ 100 പാട്ട് കത്തിട്ട് പെട്ടെന്ന് 0 അല്ല കറക്റ്റ്. എനിക്കൊന്നും 2024 പറഞ്ഞ സിനിമ മലയാള സിനിമയുടെ സുവർണ്ണകാലം എന്ന് തന്നെ പറയാം. തൊടുന്നെല്ലാം പൊന്നായിക്കൊണ്ടിരിക്കുകയാണ്. 100-150 കോടി 200 കോടി മറ്റ് സംസ്ഥാനങ്ങൾക്ക് റെഫർ ചെയ്യപ്പെടുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ സിനിമയും അതേപോലെ ഹിറ്റ് ആവാൻ തൊടുന്നതെല്ലാം അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം അതിനകത്ത് പരിപാടി ഉള്ളതുകൊണ്ടാണ്. പിന്നെ തീർച്ചയായും വെറുതെ പോയി അങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നോണ്ടാണ് എല്ലാവരുടെയും കഷ്ടപ്പാടും. സിനിമ പലപ്പോഴും പറയുന്നത് സിനിമ ഇപ്പൊ സ്റ്റാറുകളെ നോക്കുന്നില്ല, ഡയറക്ടറെ നോക്കുന്നില്ല, ഒന്നുമില്ല. ഇപ്പൊ സ്ക്രിപ്റ്റ് ആണ് അവര്. ആ ഒരു കാലഘട്ടത്തിലേക്ക് സ്ക്രിപ്റ്റ് മാത്രല്ല അതിലെ പ്ലേ. അല്ല അങ്ങനെയല്ല കാര്യം. ഞാൻ ആർട്ടിസ്റ്റുകൾ ഇപ്പൊ സൂപ്പർ സ്റ്റാറുകൾ വേണമെന്നില്ല അല്ലേ, വലിയ സൂപ്പർ ഡയറക്ടർ വേണമെന്നില്ല, വലിയ പ്രൊഡ്യൂസർ വേണമെന്നില്ല. ഒരു നല്ല ചെറിയ പടമാണെങ്കിലും ആ പടം ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അത് ഹിറ്റാണ്. പണ്ടങ്ങനെയല്ലല്ലോ. അല്ല, പണ്ടെപ്പോഴും സിനിമ വിജയിക്കുവാണെങ്കിൽ അതിനകത്ത് അഭിനയിച്ച നായകൻ മെയിനായിട്ട് ലീഡ് സ്ക്രീനിലാണ് അവരെ ആരെയും പറയുന്നത്. ഫ്ലോപ്പായ ഡയറക്ടർ സ്ക്രിപ്റ്റും കഥ അതാണ്. ഇത് രണ്ടുമാണ് പറയുന്നത്. അവർ രണ്ടും രക്ഷപ്പെട്ടല്ലോ. ഈ സിനിമയിൽ എന്തായാലും എല്ലാവരും ഒരേപോലെ തന്നെ വിജയിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം എല്ലാം കലംബാസന്റെ കയ്യിലാണ്. കലംബാസന്റെ പ്രേക്ഷകരുടെ ഇപ്പൊ സിനിമ കൊള്ളില്ലെങ്കിൽ ഡയറക്ടറെയും പറയില്ല, നടനെയും പറയില്ല. സിനിമ കൊള്ളില്ലായിരുന്നു. നിങ്ങൾ എല്ലാവരും രക്ഷപ്പെട്ടില്ലേ? ഞാൻ സേഫ് ആക്കി. ഇപ്പം എനിക്കിപ്പോ നീലും എന്തെങ്കിലുമൊക്കെ വിളിച്ച് വേറെ ഒന്നും വിളിക്കരുത്. നിശ്ചയിച്ച് ഇപ്പം ഉപ്പുമുളക് എന്ന് പറഞ്ഞ സീരിയൽ ഇപ്പൊ പ്രേക്ഷകർ അത്രയും ഇനി അത് ഉണ്ടാവും. ഇത്രവരെ ഞാൻ പറഞ്ഞത് ഉണ്ടാവില്ലെന്നാണ്. എനിക്കറിയില്ല, അത് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് വിളിച്ചു.
അപ്പം അതുകൊണ്ട് ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. ആ ആദ്യം പറഞ്ഞ ഉദാത്തമായ കുടുംബം. അതെ, എനിക്ക് നമ്മൾ സത്യസന്ധമായിട്ടാണ് പറയുന്നത്. ഇന്നലെ വരെ വിളിച്ചിരുന്നില്ല, അപ്പൊ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. ഇന്ന് വിളിച്ചു കൊണ്ടെന്ന് പറഞ്ഞു സത്യമായിട്ട് ആൻസർ പറയാന്നുള്ളത്. അല്ല, എനിക്കൊന്നും അങ്ങനെ മലയാളത്തിൽ വേറൊരു സീരിയൽ അങ്ങനെ ഉപ്പുമുളക് ജനങ്ങൾക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് അവര് എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അവരെടുക്കുന്നത്, നമുക്ക് എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും നമ്മൾ ചെല്ലുന്നത്. അപ്പൊ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെ സിനിമ സീരിയൽ എന്ന സംരംഭങ്ങളൊക്കെ ഉള്ളത്. ജനങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. കുറച്ച് ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ നമുക്ക് സന്തോഷം കിട്ടും. അപ്പൊ എല്ലാരും അങ്ങനെ തന്നെയല്ലേ. ജനങ്ങളുടെ കയ്യിൽ കാശുള്ളത് കൊണ്ടാണല്ലോ അവര്, അതാണല്ലോ നമുക്ക് അന്നാവുന്നല്ലേ. അതെ അതെ. അപ്പൊ അതുകൊണ്ട് നമ്മളാണ് ജനങ്ങള്. എല്ലാവർക്കും സന്തോഷം കിട്ടണം. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഉപ്പുമുളക് വരണം എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്. നല്ല സന്തോഷം തരാന്ന് പറഞ്ഞിട്ടുണ്ടോ? ആരാ സന്തോഷം തരാനാ എന്നൊക്കെ പറയുന്നു. സന്തോഷം തരാണ്ട് പോയില്ലല്ലോ. കുടുംബത്തിലെ ഒരാളിപ്പോ ബിഗ് ബോസിലാണ്, കാണാറുണ്ടോ? ബിഗ് ബോസ് കാണാനൊന്നും പറ്റാറില്ല. കുട്ടികൾ വീട്ടിലിങ്ങനെ വെക്കുമ്പോ അവര് ഇവന്റെ സീൻ വരുമ്പോ എന്നെ കൊണ്ടുവന്ന് കാണിക്കും, ഞാൻ കാണും. എങ്ങനെയാ കപ്പുകൊണ്ട് വരുമോ അതോ? ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്, അവൻ വീട്ടിലൊന്നും എന്റെ കാലൊക്കെ തൊട്ടെഴുത് അനുഗ്രഹമൊക്കെ വാങ്ങിച്ചപ്പോ ഞാൻ പറഞ്ഞു കാല് തൊട്ടെഴുതോ അനുഗ്രഹം വാങ്ങിച്ചതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമൊന്നുമില്ല. വീട് വരുമ്പോ വീട് ഈ ചക്കരെ കൂടി എന്ത് പറ്റി വിഷയമാണ് കലംബാസുരൻ ഇടയ്ക്ക് പറയട്ടെ. അപ്പൊ വീട്ടിൽ വന്ന് കാലൊക്കെ തൊട്ടെഴുത് അനുഗ്രഹം വായിച്ചപ്പോ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞോളൂ, കാലോട്ട് തൊട്ട് തൊഴുന്നതിലും ഒന്നും കാര്യമില്ല. തിരിച്ചു വരുമ്പോ ആ വീടൊക്കെ അത്ര 50 ലക്ഷം മേടിച്ചിട്ട് വേണം വരെ റാപ്പ് കൊടുത്തേക്കുന്നു പറഞ്ഞിട്ടുണ്ട്. തിരിച്ചു വരുമ്പോ എനിക്ക് വീടൊക്കെ ഉണ്ട്. അവന് വീടില്ല പാവത്തിന്. അവൻ കഷ്ടപ്പെട്ടിട്ട് അവന്റെ വീട് കഴിഞ്ഞു വേണം. അപ്പൊ ഈ വാടക കൊടുക്കണതൊക്കെ എനിക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട്. എപ്പോഴെങ്കിലും ചിലപ്പോഴൊക്കെ വാടക കൊടുക്കാൻ കാശ് തികഞ്ഞില്ലെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത്. 8 വർഷമായില്ലേ ആ കുട്ടിയുടെ കൂടെ നമ്മൾ. സ്വന്തം മകനല്ലെങ്കിലും അവന്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ട് എനിക്കറിയാം. അതുകൊണ്ട് തിരിച്ചു വരുമ്പോ 50 ലക്ഷം രൂപ കയ്യിലുണ്ടാവണം പറയും. ഓക്കെ അവരിങ്ങനെ പറയും ഓക്കെ പൊളി ഒക്കെ പറഞ്ഞു. എല്ലാവരും ഭയങ്കര പാവ അവിടെ കിടന്ന് കരയുന്നുണ്ട്. എല്ലാം നോക്കാം, പ്രേക്ഷകരാണല്ലോ വിധി എഴുതുന്നത് അവസാനല്ലേ. പ്രേക്ഷകർ അവന് വോട്ട് ചെയ്യണം കേട്ടോ. ഇത് കട്ട് ചെയ്യില്ല കേട്ടോ. ഇല്ല കട്ട് ചെയ്യത്തില്ല. അപ്പം ഒരുപാട് പ്രതീക്ഷകളോട് തന്നെ എനിക്കത് ഏപ്രിൽ 26 ഇലക്ഷൻ കൂടിയാണ്. അപ്പം പ്രേക്ഷകർ ഇല്ല, കേരളത്തിലെ വിധി എഴുതുന്നതും സിനിമയുടെ വിധി എഴുതുന്നതും ഒരേ ദിവസം. കുറച്ച് താമസം എടുത്താലും കുഴപ്പമില്ല. കൃഷ്ണന്റെ എന്തൊക്കെ എക്സ്പെക്ടേഷൻ ഉള്ളത്? ഞാൻ ഒരാൾ സൈഡിലിട്ട് ഞാൻ അങ്ങോട്ട് വരുന്നില്ല, എന്നോടും ചോദിക്കാത്ത അങ്ങനെയാണോ? ഒറ്റ ആൻസർ പ്രതീക്ഷിച്ചാൽ മതി, അല്ലെങ്കിൽ 2 എണ്ണം. അല്ല, ഭയങ്കര എക്സ്പെക്ടേഷൻ ഉണ്ട്. ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു സബ്ജക്ട് പറയുന്ന ഒരു സിനിമയാണ്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാം, വിജയിപ്പിക്കുക. പഠിച്ചു മോനെ പഠിച്ചു. എത്ര ഇന്റർവ്യൂ ഇരുന്നു ഞാൻ. ലാസ്റ്റാണ് ചോദിച്ചത്. ഇത്രയും പേരെടുത്ത് ചോദിക്കേണ്ട മൊത്തം ചോദിച്ചു. അപ്പൊ എല്ലാം കേട്ട് പഠിച്ചു. സജി പള്ളുണ്ടായിരുന്നു. പ്രൊമോഷൻസ് ഇന്റർവ്യൂ കഴിഞ്ഞു. അടുത്ത പടത്തിന് വേണ്ടി ചെയ്യാനുണ്ട്. പിന്നെ സജി പഴൂരുണ്ടായിരുന്നു. പുള്ളി കഥ മൊത്തോടി ഒന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയൊക്കെ ഇരുന്നില്ലേ കഥ. ഇതാണ് കഥ. ഇത് കഴിയുമ്പോ ഇറങ്ങുമ്പോ എന്ത് പറയോ തന്നെ അച്ഛനോടൊന്നും പറയാനായിട്ടാണ് എനിക്കടുത്ത വാർത്ത. അപ്പൊ എന്തായാലും ഏപ്രിൽ 26 നിങ്ങളുടെ അധ്വാനത്തിന്റെ റിസൾട്ട് പ്രേക്ഷകർ തരട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കട്ടെ. ഇനി ഒരുപാട് സിനിമകൾ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കട്ടെ. അപ്പോൾ അത്ര നേരം നമുക്ക് വേണ്ടി തന്നില്ല. പാൻ ഇന്ത്യൻ എന്നാണ് പൊതുവിൽ പറയുന്നത്. ഇതും പാൻ ഇന്ത്യനാണ് ഒരു സങ്കല്പം. കാരണം വെച്ചാൽ കലംബാസുരൻ എന്ന് പറയുന്നത് കലംബേരിയിൽ മാത്രമുള്ളൊരു സങ്കല്പ സാധനമാണ്. ഇത് പാൻ ഇന്ത്യൻ എലമെന്റാണ് അതിന്റെ ഓരോ രൂപങ്ങളും പല ഭാവങ്ങളിൽ നമ്മൾ ചിലപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ഏത് കോർണറിലും ഇത്തരത്തിലുള്ള മിത്ത് സങ്കല്പങ്ങൾ ഉള്ളതാണ് ഇന്ത്യയിലെ ഇന്ത്യൻ കണ്ടീഷനിൽ ആപ്ലിക്കബിൾ ആകുന്ന വിശ്വാസങ്ങളുണ്ട്.
അപ്പോൾ തീർച്ചയായും ആ ഒരു വിശ്വാസം രക്ഷിക്കട്ടെ, കലംബാസനം കൂടെ നിൽക്കട്ടെ. അതെ, അതിന് വേണ്ടിയിട്ട് നീ ഒരു കാര്യം കൂടി ഞങ്ങൾക്ക് വേണ്ടി ചെയ്യണം. എന്താണ്? ഒറ്റൊരു കാര്യമുള്ളൂ, ശക്തി നമ്മളെ തരണം കലംബാസന്റെ. വിഷയമാണല്ലോ, അപ്പൊ തുടങ്ങിക്കോ. വിഷയമാണല്ലോ. അപ്പൊ തുടങ്ങിക്കോ. വേറൊരു കാര്യമുണ്ട്, മന്ത്രം ചൊല്ലിക്കോളൂ, ഒക്കെ ഒരു കുഴപ്പമില്ല. ആ ചൊല്ലുന്നത് കട്ട് ചെയ്ത് കളയരുത്. ഇത് ഉണ്ടാവണം, ഉണ്ടാവണം, യൂട്യൂബിൽ ഉണ്ടാവണം. എന്താണ്, കടുകട്ടിയാണോ? ഏയ് നാക്ക് കുടിക്കാറുണ്ടോ? വല്ലപ്പോഴും പല്ലേക്കാറുണ്ട്. അപ്പൊ ശരിയാവും. പരീക്ഷണ അനുസരണം നമ്മൾ ബാറ്റൺ അങ്ങോട്ട് ഓക്കെ, പൊക്കിക്കോ, കൈ കുറച്ചുകൂടെ പൊക്കിക്കോ. ആ ഓക്കെ, മേലോട്ട് നോക്കണോ? കലംബാസുര, സർവരാജ്യ രക്ഷക, സൗരയൂഥ ബാലക, കാത്തോണേ, പഞ്ചവത്സര പദ്ധതി സൂപ്പർ ഡൂപ്പർ ഗോൾഡൻ ഹിറ്റ് ആവണേ. കൂടാതെ അടുത്ത പടത്തിൽ ഇവരെ എനിക്ക് എന്ന് വിളിക്കാൻ ഒരു അവസരം കൂടെ തരണേ. ഇത് ഇട്ടില്ലെങ്കിൽ അവസരം തരൂല. അതെ, ഇതെന്തായാലും കേട്ടോ കേട്ടോ ഗൈസ്. അപ്പോൾ പടം സൂപ്പർ സൂപ്പർ ഹിറ്റ് ആവട്ടെ. 100ാം ദിവസം നമുക്ക് കാണാൻ സാധിക്കട്ടെ. 100 കോടി അതെ. അതൊക്കെയാണ് ഇപ്പൊ അങ്ങനെ സിജി വിൽസൺ എന്നൊരു ആക്ടർ വേറെ പാനിന്റെ ലെവലിലോട്ട് എത്തിയിട്ടൊക്കെ വേണം എനിക്ക് പറയാം ഇതെന്റെ ചേട്ടനാണ് എന്റെയൊക്കെ. അതൊക്കെ ആവും, അതാവും. അപ്പം എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ. ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി തന്നെ. താങ്ക് യു സോ മച്ച്.